സ്പെഷ്യൽ അവിൽ മിൽക്ക് നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, അപ്പോൾ കോട്ടക്കൽ വന്നു കഴിഞ്ഞാൽ സംഭവം കിട്ടും സ്പെഷ്യൽ അവിൽ മിൽക്ക്. പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. ശരിയാ, ഭ്രാന്താന്ന് എല്ലാവരും പറയല്ലേ. ഇതുപോലെ യാത്ര ചെയ്യുക, ഇതുപോലെ ഫുഡ് കഴിക്കുക. പക്ഷേ യാത്രയും ഫുഡും നമ്മുടെ ഒരു പാഷനാണെങ്കിൽ പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്യും, നന്നായിട്ട് ഫുഡ് കഴിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നാറാണത്ത് ഭ്രാന്തൻ്റെ ആ മലയുടെ താഴെയാണ്. അതായത് കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് റായ്നെല്ലൂർ മലയുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അഷ്റഫ് എക്സൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ നല്ല പാടമൊക്കെ ഉണ്ട്, കണ്ടിട്ട് നിന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോട് പോകുന്ന വഴിക്കാണ്. കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് കോഴിക്കോടിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യാനുണ്ട്. 1-2 വീഡിയോയിൽ തീരത്തില്ല കോഴിക്കോടിൻ്റെ കഥകൾ. കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്ഥലം കണ്ട് ഒരു നല്ല അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എത്യോപ്യൻ കഥകൾ, ഞങ്ങൾ എത്യോപ്യയിലും കുറച്ച് നാളുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഭാര്യയും പിള്ളേരും നാട്ടിലായിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ, പുള്ളിയുടെ പേര് മെലോഡിയസ് എന്നാണ്, മെലഡി എന്ന് ഞാൻ വിളിക്കും, കണ്ണൂരുകാരനാണ്. ഞങ്ങൾ എത്യോപ്യൻ ലോക്കൽസിൻ്റെ കൂടെ ഒരു യാത്ര പോയി. ആ യാത്രയുടെ കഥയാണ് നമ്മളിപ്പോൾ പറയുന്നത്. എത്യോപ്യയിൽ ഞങ്ങൾ ദേസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ ഞാനും മെലോഡിയസും കൂടെ അവിടെ ഒരു പള്ളിയുണ്ട്, ഗബ്രിയേൽ പള്ളി എന്ന് പറഞ്ഞ്. ആ പള്ളിക്കാരോടൊപ്പം അക്സം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോയി. അക്സം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് യാത്ര ചെയ്ത് എത്തത്തില്ല. അപ്പോൾ ഞങ്ങൾ മെക്കല്ലെ എന്നിടത്താണ് താമസിച്ചത്. അവിടെ ഒരു പള്ളിയിൽ, ആ പള്ളി, എത്യോപ്യക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവർ വളരെ വെൽക്കമിങ് ആണ്, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ മെക്കല്ലെ ചെന്ന് ആ പള്ളിക്കാർ നമ്മളെ സ്വീകരിച്ചത് കാല് കഴുകിയാണ്. അപ്പോൾ കാല് കഴുകി സ്വീകരിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മലായിരുന്നു. ഞാൻ പറഞ്ഞു കാലൊന്നും കഴുകണ്ട. എന്നാലും അവർ പറഞ്ഞു ഞങ്ങളുടെ രീതിയാണിത്. അവർ കാല് കഴുകി നമ്മളെ സ്വീകരിച്ചു. അന്ന് ആ പള്ളിയുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഫുഡ് തന്നു. അവർ അത് കഴിഞ്ഞ് പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ മെക്കല്ലയിൽ നിന്ന് യാത്ര തിരിച്ചു. മെക്കല്ലയിൽ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ദെബ്രിദാമോ എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി, ഒരു ആശ്രമം, അങ്ങോട്ട് പോയി. ദെബ്രിദാമോ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലം. പച്ചപ്പുണ്ട്, പക്ഷേ എന്നാലും കുറേ ചെങ്കൽ പാറകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ടേബിൾ ടോപ്പ് മൗണ്ടെയിൻ എന്ന് നമുക്ക് വേണേൽ പറയാം. അതിൻ്റെ മേളിലാണ് ഈ ആശ്രമം. കുറച്ചൊക്കെ നമുക്ക് നടന്ന് കയറാം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ കയറ് തൂക്കിയിട്ടിട്ടുണ്ട്. കയറല്ല, വടം. ആ വടത്തേൽ വലിഞ്ഞു വേണം കയറാനായിട്ട്. കുറേ പേരൊക്കെ കയറുന്നുണ്ടായിരുന്നു. എനിക്കും കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വേണ്ടേ കയറാനായിട്ട്. നല്ല തിരക്ക്, അടിയും ബഹളവും എല്ലാം. ഇതിന് മേളിൽ കയറുന്നവർക്ക് പുണ്യം കിട്ടുന്ന രീതിയിലാണ്. അപ്പം എനിക്ക് ഇച്ചിരി പുണ്യം കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം എനിക്ക് വീഴാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് കണ്ടു കുറേ പേരൊക്കെ കയറി. അതാണ് എത്യോപ്യയുടെ ദെബ്രിദാമോ എന്ന് പറയുന്ന സ്ഥലം. ഇതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എത്യോപ്യൻ കഥകളും ആഫ്രിക്കൻ കഥകളും യുഗാണ്ടൻ കഥകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് അവിൽ മിൽക്കിനെ കുറിച്ച് ചിന്തിക്കാം.
നമ്മൾ കോട്ടയ്ക്കലെത്തി. കോട്ടയ്ക്കൽ PH അവിൽ മിൽക്ക്, ഇവിടുന്നാണ് അവിൽ മിൽക്ക് കഴിക്കണമെന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞത്. പക്ഷെ എന്ത് പറയാൻ, നമ്മൾ വന്നപ്പോൾ നേരത്തെയാണ് വന്നത്. ഏതായാലും അവിൽ മിൽക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പം. നാളെ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചിട്ടേ പോകുള്ളൂ. ഇല്ലാതെ പോകാൻ പറ്റുമോ? നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞതല്ലേ, കഴിച്ചിരിക്കും. പക്ഷേ ഇപ്പം അനസ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നാ ഈ സാധനം അറിയാവും, നമ്മുടെ തേങ്ങയ്ക്കകത്തുള്ള പൊങ്ങ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ, തേങ്ങ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കിളിപ്പാണ്, അകത്തുള്ള കിളിപ്പ് പൊങ്ങെന്ന് പറയും. നല്ല മധുരമുള്ള സാധനമാണ്. ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് കോഴിക്കോട് പോകാം. നാളെ ഈ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ഇപ്പം തന്നെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അവിൽ മിൽക്ക് നാളെ തിരിച്ചു വരുമ്പോൾ കഴിച്ചിരിക്കും. നമ്മളങ്ങനെ കോഴിക്കോടിൻ്റെ വിഭവങ്ങളൊക്കെ രുചിച്ച് നോക്കി നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. കോഴിക്കോട് പോയി കോഴിക്കോടൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് ബീച്ചിലൂടെ ഒക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് മിഠായിത്തെരുവിലൂടെ നടന്നു. ഇന്ന് രാവിലെ നമ്മൾ നന്നായിട്ടൊന്ന് കുളിച്ച് ഒരു കുളത്തിലൊക്കെ, അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചു. അത് കഴിഞ്ഞ് അമ്മ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ്, കൊച്ചിക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് അവരുടെ PH അവിൽ മിൽക്ക് കഴിക്കാൻ പറ്റില്ല. തിരിച്ചു വന്നപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചിട്ടാണ് ഇനി പോകുന്നത്. നമുക്ക് ചോദിക്കാം അവിൽ മിൽക്കിൻ്റെ കാര്യം. അവിൽ മിൽക്ക് മാത്രമല്ല, ഇവർക്ക് ബേക്കറി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ചിപ്സ്, മിക്സറ്, അതുപോലെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിൽ മിൽക്കാണ് ട്രൈ ചെയ്യുന്നത്. ഇവരുടെ കടയ്ക്ക് അതോട്ട് കയറുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പഴങ്ങൾ ഇങ്ങനെ തൂക്കി കൊലയായിട്ട് തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അവിൽ മിൽക്കിൻ്റെയും മറ്റ് മിൽക്ക് ഷേക്കുകളുടെയും ഭാഗമാകേണ്ടതാണ്. ഇഷ്ടം പോലെയാണ്, കാണാൻ തന്നെ ഒരു രസം. അങ്ങനെ നമുക്ക് PH അവിൽ മിൽക്ക് ഇവരുടെ പ്രിപ്പറേഷൻ ഏരിയയിൽ കയറാനുള്ള ചാൻസ് കിട്ടി. അതുകൊണ്ട് ഇവരുടെ പ്രിപ്പറേഷൻ ആയാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ പുതിയൊരു ഐറ്റമാണ്. ഇത് ഇവർ നട്ട്സ് മിൽക്ക് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഡേറ്റ്സ് മിൽക്ക്, അതും ഒരു പുതിയ ഐറ്റം തന്നെയാണ്. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇവർക്ക് ചോക്കോ മിൽക്ക് ഉണ്ട്, പിസ്ത മിൽക്ക് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റികൾ. ഫലൂഡ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഏതായാലും നമ്മൾ ഇന്നും ഫലൂഡ കഴിക്കുന്നില്ല. ഇവിടെ അവിൽ മിൽക്ക് ഉണ്ട്. അവിൽ മിൽക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഐറ്റം. ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് സ്പെഷ്യൽ അവിൽ മിൽക്ക്. നമ്മൾ അവിൽ മിൽക്കിൻ്റെ ഒരു വീഡിയോ കൊച്ചിയിൽ ചെയ്തപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു, നിങ്ങൾ അവിൽ മിൽക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ BH അവിൽ മിൽക്കിൽ പോയി അവിൽ മിൽക്ക് കഴിക്കണമെന്ന് പറയും. അത് നമ്മൾ ഇന്ന് ചെയ്യാണ്, നിങ്ങൾ കാണാം. അപ്പോൾ അവിൽ മിൽക്കിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യണം. നമ്മുടെ സ്പെഷ്യൽ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊച്ചിയിൽ കഴിച്ചപ്പോൾ തന്നെ ഈ ഐസ്ക്രീം മേളിലില്ലായിരുന്നു, അവരതിന് പകരം ഹോർലിക്സ് മേളിലിട്ടു. ഇതിനകത്ത് അവലുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം.
സൂപ്പർ. ഒരു രക്ഷയില്ല. ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് ശരിയാണ്. അവിൽ മിൽക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ വന്ന് VH അവിൽ മിൽക്ക് കഴിക്കണം. കഴിച്ചു നോക്കേണ്ടതാണ്. ഇത് അടിപൊളി സാധനമാണ്. അവല് നമുക്ക് ചെറുതായിട്ട് കഴിക്കാൻ കിട്ടും. പഴങ്ങളുടെ രുചി നന്നായി അറിയാൻ പറ്റും. അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടല്ല ഒഴിച്ചിരിക്കുന്നത്. പാലും പഴങ്ങളും അവലും ഐസ്ക്രീമിൻ്റെ രുചിയും ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. കിടിലൻ ഫീലിംഗ്. നട്ട്സ് മിൽക്ക് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനസിന് വേണ്ടി പറഞ്ഞതാണ്. എന്നാലും ഒരു കൊതി ഒന്ന് കഴിച്ചു നോക്കുന്നതാണ്. അനസിന് വേണ്ടി വേറൊന്നും പറയാം. നമുക്ക് ഇതൊന്നുകൂടെ കഴിച്ചു നോക്കാം. ഇതുകൂടെ കഴിച്ചു നോക്കാം. പിന്നെ മേളിൽ തന്നെ കാഷ്യൂ നട്ട്സ് ഉണ്ട്. കാഷ്യൂ നട്ട്സും ഐസ്ക്രീമും ചെറി, പിന്നെ താഴെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്താണേലും കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൂടുതലുള്ളത്. സ്പെഷ്യൽ അവൽ മിൽക്കിനകത്ത് സാധാരണ ഫ്രൂട്ട്സ്, ഇതിനകത്ത് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഈ അവിൽ മിൽക്ക് കൂടെ ആയപ്പോൾ ഞാൻ ശരിക്കും കോഴിക്കോട് യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു. കോഴിക്കോട് കുറേ വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ ഇതിന് ശേഷം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് താഴെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. തൽക്കാലത്തേക്കിന് ബൈ. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സ്പെഷ്യൽ അവൽ മിൽക്ക് നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ കോട്ടയ്ക്കൽ വന്നു കഴിഞ്ഞാൽ സംഭവം കിട്ടും. സ്പെഷ്യൽ അവൽ മിൽക്ക്.